നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഓരോരുത്തർക്കും ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ മാതൃഭാഷ. മാതൃഭാഷ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നാവിലും മധുരമൂറും. മലയാളികളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളം എന്ന് പറയുമ്പോൾ ആ ഭാഷയിൽ നമ്മുടെ സ്നേഹമുണ്ട്, സംസ്കാരമുണ്ട്, നമ്മുടെ ജീവിതശൈലിയുണ്ട്, നമ്മുടെ ഓർമ്മകളുണ്ട്, നമ്മുടെ ഗൃഹാതുരത്വമുണ്ട്, നമ്മുടെ സ്വപ്നങ്ങളുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലത്ത്, ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്ന ഒരു കാലഘട്ടത്തിൽ കേവലം ഒരു ആശയവിനിമയോപാധി എന്നതിലുപരി ജീവിത സാധ്യതകളും തൊഴിൽ സാധ്യതകളും കണ്ടെത്തുന്നതിനുള്ള ഒരു ഉപകരണമായി ഭാഷ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലോകമെമ്പാടും മാതൃഭാഷയോടുള്ള താല്പര്യം കുറയുന്നു എന്നൊരു സംശയമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ആഗോളതലത്തിൽ ഇന്നത്തെ ദിവസം ഫെബ്രുവരി 21 ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുന്നത്. ഇന്നത്തെ ദിവസം മാതൃഭാഷയുടെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും മാതൃഭാഷയെ ഭരണഭാഷയാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഒക്കെ നമ്മളോട് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ പാഠത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് എഴുത്തുകാരനും ഭാഷാ വിദഗ്ധനുമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. നമസ്കാരം സർ. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോക മാതൃഭാഷാ ദിനം എന്ന് പറയുമ്പോൾ തന്നെ, മാതൃഭാഷ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ദിനം ആഘോഷിക്കുന്നത്? ആചരണം എന്നതിലുപരി ആഘോഷിക്കൽ എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് സാർ തന്നെ മുമ്പ് സൂചിപ്പിച്ചു. ഈ ദിനാഘോഷത്തിൻ്റെ പ്രസക്തി എന്താണ്? എന്തുകൊണ്ടാണ് മാതൃഭാഷ നമുക്ക് പ്രധാനപ്പെട്ടതാകേണ്ടത്? ലോക മാതൃഭാഷാ ദിനം കൊണ്ടാടാൻ യുനെസ്കോ തീരുമാനിച്ചത് 1999 നവംബർ 17 ആ തീരുമാനത്തിന് അടിസ്ഥാനമായിട്ടുള്ള സംഭവം ഭാരതത്തിലാണ് നടന്നത്. ഭരണഭാഷയുമായി ബന്ധപ്പെട്ടതാണ് ആ സംഭവം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കിഴക്കൻ ബംഗാളിൽ ഉറുദു ഭരണഭാഷയാക്കിയപ്പോൾ അവിടെയുള്ള ജനങ്ങൾ പ്രക്ഷോഭം ആരംഭിച്ചു. ഢാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് വെടിവെച്ചു. 5 വിദ്യാർത്ഥികൾ കലാലയത്തിൽ മരിച്ചു വീണു. ആ ദിവസം 1952 ഫെബ്രുവരി 21. അപ്പോൾ ഭാരതത്തിൽ 1952-21 തങ്ങളുടേതല്ലാത്ത ഭാഷ ഭരണഭാഷയാക്കിയപ്പോൾ, ഉറുദു ഭരണഭാഷയാക്കിയപ്പോൾ തങ്ങളുടെ ഭാഷ ഭരണഭാഷയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുകയും ആ പ്രക്ഷോഭകരുടെ എതിരെ നേർക്ക് പോലീസ് വെടിവെക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഢാക്ക സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ മരിച്ചു വീണു. ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി, ശരിക്കു പറഞ്ഞാൽ ആ ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരത്തിൻ്റെ ഓർമ്മയ്ക്കായി, മരിച്ചു വീണ വിദ്യാർത്ഥികളുടെ സ്മരണയ്ക്കായിട്ടാണ് 1999 നവംബർ 17 ലോക മാതൃഭാഷാ ദിനമായി കൊണ്ടാടണമെന്നും ലോകം മുഴുവനുള്ള ജനങ്ങൾ അവരുടെ സ്വന്തം ഭാഷയ്ക്ക് വേണ്ടി, മാതൃഭാഷയ്ക്ക് വേണ്ടി അന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും യുനെസ്കോ തീരുമാനിച്ചത്. ഇപ്രാവശ്യം ബഹുഭാഷാ വിദ്യാഭ്യാസം, ഭാഷാ പരിവർത്തനം എന്നതാണ് അതിൻ്റെ ഓരോ വർഷവും ഓരോ വിഷയം നിർദ്ദേശിക്കും. ഈ വർഷത്തെ വിഷയം അതാണ്. അപ്പോൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, പക്ഷേ മാതൃഭാഷയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭാഷ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രംഗങ്ങളിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നത് ചർച്ച ചെയ്യേണ്ടി വരും. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചു, നമ്മൾ ഈ വർഷത്തെ സന്ദേശം, അതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ബഹുഭാഷാ പഠനവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. വളരെയധികം ഭാഷകൾ പഠിക്കാൻ കുട്ടികൾ താല്പര്യം കാണിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ മാതൃഭാഷയുടെ പ്രസക്തി നമ്മുടെ ഒരു പുതിയ തലമുറയിലേക്ക് എത്തിക്കേണ്ടത്? അടിസ്ഥാന വിദ്യാഭ്യാസം മാതൃഭാഷയിൽ കൂടി തന്നെയാകണം. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ
മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. ഇത് പറഞ്ഞത് മഹാകവി വള്ളത്തോളാണ്, എൻ്റെ ഭാഷ എന്നുള്ള കവിതയിൽ. അപ്പം മുലപ്പാൽ കുടിച്ച് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ആരോഗ്യമുണ്ടാകുന്നു, അതേപോലെ ബൗദ്ധികമായ ആരോഗ്യമുണ്ടാകുന്നതിന് ചെറുപ്പത്തിൽ തന്നെ ആദ്യം പഠിക്കേണ്ട ഭാഷ മാതൃഭാഷയാണ്. മാതൃഭാഷയിൽ ഉപസ്ഥിതി നേടിക്കഴിഞ്ഞ ശേഷം മറ്റുള്ള ഭാഷകൾ എത്ര വേണമെങ്കിലും പഠിക്കാം. മരണം വരെയും ഭാഷ പഠിച്ചുകൊണ്ടിരിക്കാം, നല്ലതാണ്. പക്ഷേ ഏതൊരു ചെടിക്കും അല്ലെങ്കിൽ ഏതൊരു വൃക്ഷത്തിനും എത്ര വിസ്തൃതമായ ആകാശമുണ്ട് വളർന്നു പടരാൻ എന്നിരിക്കലും അല്പം മണ്ണ് വേണം വളവും വെള്ളവും ലഭിക്കാൻ. ആ മണ്ണാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, ആ ഭാഷയാണ് ആ മണ്ണ്. തീർച്ചയായിട്ടും സർ, നമ്മളോട് സംസാരിക്കാനായി ഒരു പ്രേക്ഷകയോ ലൈനിലുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് തങ്കച്ചൻ എന്നാണ്. കോട്ടയം ജില്ലയിൽ മലഞ്ചാൽ എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നേ. സാറിനോട് സംസാരിച്ചോളൂ. തങ്കപ്പൻ ഇല്ലേ? തങ്കച്ചൻ എന്നല്ലേ പേര്? അതെ 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 അതെ, കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ സർ. സാറേ, ഞാൻ വിളിച്ചതേ നമ്മുടെ മലയാള ഭാഷയോട് എല്ലാവരും അവഗണിച്ചും ഈ ബോർഡാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം എഴുതുന്നത് ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നേ. അപ്പം എവിടെ ചെന്ന് നോക്കിയാൽ ഇംഗ്ലീഷ് മാത്രമേ കാണാനുള്ളൂ. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ അവരുടെ ഭാഷ തന്നെയാണ്. ഇപ്പം തമിഴിലൊക്കെ ആണെങ്കിൽ തമിഴാണ് എഴുതുന്നത്. അപ്പം നമ്മുടെ മലയാളത്തിൽ മാത്രം മലയാളത്തോട് യാതൊരു പരിഗണനയും കാണിക്കാതെ ഇംഗ്ലീഷും മറ്റുള്ള ഇംഗ്ലീഷായി കൂടുതൽ എഴുതുന്നേ. അപ്പം ഇങ്ങനത്തെ അപേക്ഷകളൊക്കെ ഇപ്പം ആയി വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ നിർബന്ധമാക്കാൻ പറ്റുമോ എന്ന് അറിയാവുന്ന സാറേ. എല്ലായിടവും ഇംഗ്ലീഷേ കാണുന്നുള്ളൂ എന്ന് പറയുന്നത് പൂർണ്ണമായി ശരിയല്ല. പക്ഷേ പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അവിടുത്തെ ജനങ്ങൾ അവരുടെ ഭാഷയോട് കാണിക്കുന്ന ആഭിമുഖ്യം കേരളത്തിൽ മലയാളികൾ സ്വന്തം ഭാഷയോട് കാണിക്കുന്നില്ല എന്നത് സത്യമാണ്. നമുക്ക് എത്രമാത്രം നമ്മുടെ ഭാഷ വേണം എന്നിടത്തോളം മാത്രമേ ഭാഷയ്ക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. തമിഴ്നാട്ടിൽ പോയാലും മറ്റു പല സംസ്ഥാനങ്ങളിൽ പോയാലും അല്ലെങ്കിൽ വിദേശത്ത് പല രാജ്യങ്ങളിൽ പോയാലും അവരുടെ ഭാഷ അവരുടെ പ്രാണനാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളതൊക്കെ ഉള്ളൂ. എല്ലാ രംഗത്തും അവരുടെ ഭാഷ ഉപയോഗിക്കാൻ അവർക്ക് നിയമങ്ങളുണ്ട്. നമുക്കും ഭാഷ ഉപയോഗിക്കാനുള്ള നിയമമുണ്ട്. മറ്റെല്ലാ നിയമങ്ങളും എന്നതുപോലെ അത് മറികടക്കാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ആണ് നമുക്ക് താല്പര്യം എന്നതുകൊണ്ടാണ്. ഇപ്പോൾ അപേക്ഷ കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിനൊക്കെ സർക്കാർ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുജനങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ധാരണയുടെ കുറവുമുണ്ട്. കേരളത്തിൽ ഉള്ള എല്ലാ വകുപ്പുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾക്ക് മലയാളത്തിൽ അപേക്ഷ കൊടുക്കാൻ അവകാശമുണ്ട്. നിയമപരമായ സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കാത്തത് കൊണ്ടും പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതിച്ച് അപേക്ഷ കൊടുക്കുന്നത് കൊണ്ടുമാണ് ആ മാറ്റം നടക്കാത്തത്. നമ്മൾ കൂടി വിചാരിച്ചാൽ നമ്മൾ മലയാളത്തിൽ അപേക്ഷ കൊടുത്തിട്ട് മലയാളത്തിൽ തന്നെ മറുപടി കിട്ടണം എന്ന് കർശനമായി ആവശ്യപ്പെട്ടാൽ മലയാളത്തിൽ തന്നേ പറ്റൂ. അതാണ് നിയമം. വിളിച്ചതിന് നന്ദി സർ. ആ ചോദ്യത്തിന് ഉത്തരമായി പറയുകയുണ്ടായി, മലയാളികൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ അപേക്ഷിച്ച് സ്വന്തം ഭാഷയോടൊരു ആഭിമുഖ്യക്കുറവുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരതത്തിലെമ്പാടും ആ ഒരു സ്വാധീനമുണ്ട്. കാരണം നമ്മൾ 1000ഓളം വർഷം വിദേശാധിപത്യത്തിന് കഴിഞ്ഞതാണ്. നമ്മുടെ ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെ ഇവരെല്ലാം ചേർന്ന് നശിപ്പിച്ചതാണ്. നമ്മുടെ വിജ്ഞാന സമ്പത്തായാലും നമ്മുടെ ഭാഷകളായാലും
ആ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്കാരങ്ങളായാലും ഒക്കെ ഒരുപാട് നശിപ്പിക്കപ്പെട്ടതാണ്. പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് മഹാത്മാഗാന്ധി ഭാഷയെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, നമുക്ക് രാഷ്ട്രീയ അധിനിവേശ ശക്തികളായ ബ്രിട്ടീഷുകാരെ മാത്രം തുരത്തിയാൽ പോരാ, നമ്മുടെ സംസ്കാര അധിനിവേശത്തിൻ്റെ ശക്തിയായ ഇംഗ്ലീഷ് ഭാഷയെയും തുരത്തേണ്ടതുണ്ട് എന്ന്. ഇംഗ്ലീഷിനോട് വെറുപ്പുണ്ടായിട്ടല്ല ഗാന്ധിജി പറഞ്ഞു, അദ്ദേഹം അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ഭാഷകളും നല്ലതാണ്, പക്ഷേ നാം സ്വാതന്ത്ര്യം നേടുമ്പോൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനുപരിയായി ചിന്താപരമായ സ്വാതന്ത്ര്യം വേണം, ആശയപരമായ സ്വാതന്ത്ര്യം വേണം, സാംസ്കാരികമായ സ്വാതന്ത്ര്യം വേണം. അപ്പോൾ നമ്മുടെ ആത്മബോധം ഉണരണമെങ്കിൽ, സ്വാതന്ത്ര്യ ബോധം ഉണരണമെങ്കിൽ നമ്മുടെ ഭാഷയിലൂടെ നാം വളരണം. നമുക്ക് മറ്റൊരു പ്രേക്ഷകയോ ലൈനിലുണ്ട്. ഹലോ ഹലോ നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ ശ്രീജയാണ് മാം. ശ്രീജ, സംസാരിച്ചോളൂ സാറിനോട്. സാർ നമസ്കാരം. സാർ നമസ്കാരം. ഞാനൊരു 25 വർഷത്തിലധികമായിട്ട് കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഒരാളാണ്. എന്റെ മകള് അവള് മലയാളം വായിക്കാനും എഴുതാനും ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ തലമുറയിൽ ഈണത്തിൽ പാട്ടുപാടി പഠിപ്പിച്ചത് കൊണ്ട് മാത്രം ആ പാട്ടുകളും മറ്റുള്ള കാര്യങ്ങളും ഇന്നും മലയാളത്തിൽ തന്നെ കൃത്യമായിട്ട് ഓർമ്മയിലുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഹോട്ടലുകളിലെന്നല്ല, റെയിൽവേ സ്റ്റേഷനുകളിലെന്നല്ല, എവിടെ പോകണമെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കണമെങ്കിലും പിന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്താലും ഒക്കെ ഹിന്ദി അറിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരേണ്ടുന്ന ഒരു ഗതികേട് തന്നിരിക്കുകയാണ് സാർ. അതിന് സാറിനെ പോലുള്ള പ്രഗത്ഭര് ഗവൺമെന്റിനോട് റെക്കമെൻഡ് ചെയ്തതിനു ശേഷം അവിടെ ഇതുപോലെ കേരളത്തിലേക്ക് വരുന്ന ആൾക്കാർ, ഞങ്ങൾ മലയാളികൾ മലയാള ഭാഷ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ മലയാളത്തിന്റെ ഒരു മണം തിരിച്ച് ഗൃഹാതുരത്വത്തോടെ വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് ഹിന്ദി മനസ്സിലാക്കിയിട്ട് ഹിന്ദി സംസാരിക്കേണ്ട ഗതികേട് വരുന്നു. ഗവൺമെന്റിനോട് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ഈ മലയാളം അറിയാവുന്ന ആൾക്കാരെ മലയാളിത്തത്തോടെ അവരെ പഠിപ്പിച്ച് വെക്കാൻ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. കേരളത്തിലെ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ മലയാളം അറിയാവുന്നവർ വേണം എന്നല്ലേ ശ്രീജി ഉദ്ദേശിച്ചത്? വകുപ്പുകൾ അല്ല, ഇപ്പം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ നമുക്കിപ്പം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യർ കുടിയേറ്റത്തിൻ്റെ ഭാഗമായി തൊഴിൽ തേടി വരുമ്പോൾ അത് സാധ്യമാണോ? അതെ അതെ, കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അന്യദേശക്കാരുണ്ട്. പക്ഷേ അവരെല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ പഠിച്ചിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ്. വികസിത രാജ്യങ്ങളൊക്കെ ഇപ്പം ഇംഗ്ലീഷിനെ തന്നെ നയതന്ത്രത്തിൻ്റെ ഭാഷ മാത്രമാക്കി നിർത്തിക്കൊണ്ട് എല്ലാ രംഗങ്ങളിലും സ്വന്തം ഭാഷ മാത്രം ഉപയോഗിക്കുന്ന ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള എത്രയോ രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ആളുകൾ മലയാളം പറയാതിരിക്കുന്നു എന്നതാണ് സങ്കടം. നമ്മളിവിടെ മലയാളം ഉപയോഗിക്കണമെന്നുള്ള നിയമങ്ങളെല്ലാം ഉണ്ടായിട്ടും ഇപ്പോൾ ദേശത്തായിട്ടും മലയാളത്തെ സ്നേഹിക്കുകയും കുട്ടിയെ മലയാളം പഠിപ്പിക്കുകയൊക്കെ ചെയ്തവരമ്മയാണല്ലോ പറയുന്നത്. അപ്പോൾ മലയാളത്തോടുള്ള ആ സ്നേഹം, ആ ആവേശം ഇവിടെ ഉള്ള ആളുകളിൽ ഏറെപ്പേരും പ്രദർശിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, മലയാളികൾക്ക് മലയാളത്തോട് ആഭിമുഖ്യമല്ല വൈമുഖ്യമാണ്, സ്നേഹമല്ല വെറുപ്പാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്ന്, നമ്മൾ എല്ലാവരും വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, സ്വദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരില്ല. തൊഴിലിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഭാഷാ പഠനവുമായി വലിയ ബന്ധമില്ല. തൊഴിലറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടത്.
ഇന്നലകളെ അറിയാത്ത ജനത വേരറ്റ മരമാണ്. ഇന്നലകളെ അറിയണമെങ്കിൽ ഏറ്റവും നല്ല ഉപാധി മാതൃഭാഷയിലുള്ള വിദ്യാഭ്യാസമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. അത് നടപ്പിലാക്കാൻ നമ്മൾ ഉത്സാഹിക്കുന്നോ, അത് സർക്കാരിൻ്റെ മാത്രം കാര്യമല്ല. വീട്ടിൽ മലയാളം പറയാൻ മടിക്കുന്ന രക്ഷിതാക്കൾ ഏറെയാണ് ഇപ്പോഴും. കുട്ടികൾ മലയാളം പറയരുതെന്ന് നിർബന്ധിക്കുന്നവർ ഏറെയാണ്. ഇതിനൊക്കെ ഉത്തരവ് വേണോ? വേണ്ടല്ലോ. നമ്മൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒക്കെ പറയണോ? നമസ്കാരം പറഞ്ഞൂടെ? ആരോടും എപ്പോഴും പറയാവുന്ന നല്ല പദം നമുക്കില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മളത് ഉപയോഗിച്ച് ശീലിക്കുന്നവരായി ഇനിയും മാറേണ്ടിയിരിക്കുന്നു. മലയാളം നമ്മുടെ പ്രാണനാണ്, നമ്മുടെ വായുവാണ്. ഇത് നമ്മളാണ് വളർത്തേണ്ടത് എന്ന തോന്നൽ നമുക്കേറെയുമില്ല. ശ്രീജ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ ആളുകൾക്ക് തന്നെയാണ് നമ്മുടെ ഭാഷയോട് ആഭിമുഖ്യം ഇല്ലാത്തത്. വിളിച്ചതിന് നന്ദി. സർ നേരത്തെ പറഞ്ഞു, സർ ഇപ്പോൾ ഗാന്ധി സംസാരിച്ചതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സർ ഇപ്പോൾ സാംസ്കാരിക അധിനിവേശവുമായും ആശയ സ്വാതന്ത്ര്യവുമായും സാംസ്കാരിക സ്വാതന്ത്ര്യവുമായി ഒക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന് ഇംഗ്ലീഷ് മാറ്റി നിർത്തി നമുക്ക് സാധ്യമാണോ? ഒന്നാമത്തെ ചോദ്യം. അതുപോലെ ഇപ്പോൾ ശ്രീജ പറഞ്ഞതുപോലെ അന്യദേശത്തു നിന്ന് എത്തുന്ന ഇന്നത്തെ മാറുന്ന സാമ്പത്തിക സാമൂഹ്യ ചുറ്റുപാടുകളിൽ ഇങ്ങനെ ദേശങ്ങൾ മാറി താമസിക്കുന്ന ആളുകൾ എല്ലാവരും ഇവിടെ എത്തുന്നവർ മലയാളം പഠിക്കണം എന്ന് പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ്? ഇത് നമ്മളുടെ നിയമങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഒരു രാജ്യം പുരോഗതി പ്രാപിക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യങ്ങളെ പറ്റിയൊക്കെ അറിയാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ പലരും അങ്ങനെ പറയുന്നത്. വികസിത രാജ്യങ്ങളൊക്കെ ഭാഷയിലൂടെയാണ് വികസിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത് ഭാരതത്തിലെ ഭാഷകളെ നിലനിർത്തുകയും ആ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ സംസ്കാരങ്ങളെ വീണ്ടെടുത്ത് പോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ധർമ്മം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ച് ഓരോ സംസ്ഥാനത്തുമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ഭാഷ അവിടുത്തെ ഭരണഭാഷയായി തിരഞ്ഞെടുക്കണം. അവിടുത്തെ കാര്യങ്ങൾക്കെല്ലാം ആ ഭാഷ ഉപയോഗിക്കണം. എന്നിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ബഹുഭാഷാ രാജ്യമാണ്. അതുകൊണ്ട് നമ്മൾ ത്രിഭാഷാ പദ്ധതി അംഗീകരിച്ചു. ത്രിഭാഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭാഷയ്ക്ക് 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം ഭാരതത്തിൻ്റെ ഭാഷ എന്നുള്ള നിലയിൽ ഹിന്ദി, 3-ാമത്തേത് ലോകവിജ്ഞാനത്തിൻ്റെ ജാലകം എന്ന രീതിയിൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിനെ മാറ്റി നിർത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. നമ്മളുടെ നിയമം തന്നെ ത്രിഭാഷാ പദ്ധതി അനുസരിച്ചുള്ളതാണ് വിദ്യാഭ്യാസം പോലും. പിന്നെ എന്തിനാണ് മാതൃഭാഷയിൽ ഈ ഭരണകാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സകല കാര്യങ്ങളും നമ്മുടെ മാതൃഭാഷയിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞതെന്നറിയാമോ? ഭാഷ ആശയവിനിമയത്തിൻ്റെ ഉപാധിയാണ്, ഒപ്പം സംസ്കാര ബോധനത്തിനുള്ള മാധ്യമവുമാണ്. ഈ ആശയവിനിമയം പൂർണ്ണമാകണമെങ്കിൽ, നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ മറ്റുള്ളവർക്ക് പകരണമെങ്കിൽ, അതേപോലെ മറ്റുള്ളവരിൽ നിന്ന് നമുക്കും മനസ്സിലാകണമെങ്കിൽ ഇരുവർക്കും മനസ്സിലാകുന്ന മാതൃഭാഷ തന്നെ ഉപയോഗിക്കണം. അന്യഭാഷ ഉപയോഗിക്കേണ്ടി വരുമ്പോഴൊക്കെ നാം പിന്തള്ളപ്പെട്ടു പോകുന്നു. അപ്പോൾ നമ്മുടെ ഭരണരംഗത്തെ എല്ലാ വിഷയങ്ങൾക്കും മാതൃഭാഷ ഉപയോഗിക്കുമ്പോൾ ജനങ്ങൾക്ക് ഭരണരംഗവുമായി ആശയവിനിമയം അവരുടെ ഭാഷയിൽ നടത്താൻ സാധിക്കുമ്പോൾ ഭരണം അവർക്ക് മനസ്സിലാവുകയും ഭരണത്തിൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാവുകയും അങ്ങനെ ജനാധിപത്യം സാർത്ഥകമാവുകയും ചെയ്തു. അപ്പോൾ ജനാധിപത്യം സാർത്ഥകമാവുക എന്നതാണ് ഈ ഭരണഭാഷ മലയാളമാക്കുന്നതിൻ്റെ ലക്ഷ്യം. ഓരോ സംസ്ഥാനത്തുമുള്ള ഭാഷ അവിടുത്തെ ജനങ്ങളുടെ ഭാഷയാക്കുമ്പോഴേ അവർക്ക് ജനാധിപത്യം പൂർണ്ണമായി ബോധ്യമാവുകയുള്ളൂ. ഇപ്പോഴും അവർക്കറിയാത്ത ഭാഷയിൽ കൊടുക്കുന്ന ഉത്തരവുകൾ, അഡ്വക്കേറ്റ് ജ്യോതിയാണല്ലേ
അപ്പോൾ വക്കീലന്മാർ പറയുന്ന ഭാഷ വാദിക്കും പ്രതിക്കും മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെന്ത് കാര്യം? നമുക്ക് ആ വിഷയങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ചും കോടതി ഭാഷ, ബോധന മാധ്യമമൊക്കെ മലയാളമാക്കുന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. ലോകം പോയ വാരം. ലോകത്ത് ഓരോ ആഴ്ചയും നടക്കുന്ന പ്രധാന സംഭവ വികാസങ്ങളുടെ നേർക്കാഴ്ച. ഓരോ ആഴ്ചയിലും ലോകം ചർച്ച ചെയ്ത വാർത്തകൾ നിങ്ങളുടെ മുമ്പ്. രാഷ്ട്രീയം, ശാസ്ത്രം, സാമൂഹികം, സാംസ്കാരികം, കായികം തുടങ്ങി എല്ലാ മേഖലകളിലെയും പ്രധാനപ്പെട്ട ലോക വാർത്തകൾ അരമണിക്കൂറിൽ. ലോകം പോയ വാരം. ഞായറാഴ്ച വൈകിട്ട് 6:30. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 10:30, തിങ്കളാഴ്ച രാവിലെ 8 മണിക്കും ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30. മറക്കാതെ കാണുക ലോകം പോയ വാരം നിങ്ങളുടെ ദൂരദർശനിൽ. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. ലോക മാതൃഭാഷാ ദിനമായ ഇന്ന് മാതൃഭാഷയുടെ പ്രസക്തിയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് എഴുത്തുകാരനും ഭാഷാ വിദഗ്ധനുമായ ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയാണ്. സർ, നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ മുരളീധരൻ എന്ന് പറയും, വയനാട്ടിലാണ്. പേരെന്താണ്? മുരളീധരൻ. മുരളീധരൻ. സർ, സംസാരിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം. ഞാന് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ സംശയങ്ങൾ, പല ചെറിയ ചെറിയ സംശയങ്ങളുടെ ഉത്തരവൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു ചർച്ചയോ മറ്റു കാര്യങ്ങളോ ഒക്കെ വരുമ്പം തനിയും മലയാളികളായിട്ടുള്ള ആൾക്കാര് ജീവിതത്തിൽ ഒരു ശകലം സാമ്പത്തികമായിട്ടൊക്കെ ഉയർന്ന്, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ചർച്ചകളൊക്കെ ഇങ്ങനെ നമ്മൾ TV-കളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അവര് പുട്ടിന് പൊടി തേങ്ങ ഇടുന്ന പോലെ വല്ലപ്പോഴും ഒരു മലയാള വാക്ക് പറയും, ബാക്കി പറയുന്നത് മുഴുവൻ ഇംഗ്ലീഷ് ഭാഷകളായിരിക്കും. ഞാൻ ഇംഗ്ലീഷിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ നമ്മൾ മറന്നുകൊണ്ട് ഈ ഒരു സാഹചര്യം, നമ്മുടെ ഭാഷയെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഒരു സത്യത്തില് മാനസികമായിട്ട് വല്ലാത്തൊരു പ്രയാസം തോന്നാറുണ്ട്. അവരുടെ ഭാവനയിൽ അവരിയ്ക്കുന്നത് യൂറോപ്പിലാണ്, നമ്മുടെ നാട്ടിലാണെങ്കിലും ആ ഒരു രീതിയിൽ യൂറോപ്പിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരാണ്. അത് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളതിനെ പറ്റിയാണ് എന്റെ സംശയം. താങ്കൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. അതായത് ഇംഗ്ലീഷാണ് നല്ല ഭാഷ, അല്ലെങ്കിൽ മലയാളത്തേക്കാൾ കേമമായിട്ടുള്ള ഭാഷ എന്ന് ധരിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞാലേ മാന്യനാവുകയുള്ളൂ എന്ന് കരുതുന്നവരുണ്ട്. അതൊരു അടിമത്ത മനോഭാവമാണ്. വാസ്തവത്തിൽ അതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഭാഷ സ്വന്തം ഭാഷ സംസാരിക്കുന്നതാണ് മാന്യത. എവിടെ ചെന്നാലും, ഇപ്പോൾ യുനെസ്കോയുടെ തന്നെ ഒരു തീരുമാനമുണ്ട്, ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ലോകത്തിലുള്ള ഏത് പൗരനും എവിടെയും ഏത് രംഗത്തും സ്വന്തം ഭാഷ ഉപയോഗിക്കാനുള്ള മൗലികമായ അവകാശമുണ്ട്. പക്ഷേ നമുക്ക് ഒരു അടിമത്ത മനോഭാവം കൊണ്ട് ഈ ഇംഗ്ലീഷിൻ്റെ മേൽക്കോയ്മയ്ക്ക് കീഴിൽ വളർന്നവരായതുകൊണ്ട് അത് ഇപ്പോഴും തുടരുന്നത് കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞിട്ടുണ്ട്, ആനയുടെ ചെവിക്കിടയിൽ ചാരി വെച്ച തോട്ടിയാണ് ഇംഗ്ലീഷ് എന്ന്. അപ്പോൾ ആനയ്ക്ക് അനങ്ങാൻ മേലാത്ത ഈ തോട്ടിയിരിക്കുന്ന കാരണം അങ്ങനെ ഇംഗ്ലീഷിൻ്റെ വടി ചാരി വെച്ചവരാണ് നമ്മളിൽ ഏറെപ്പേര്. മോഡേൺ എഡ്യൂക്കേഷൻ്റെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഈ സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ എനിക്ക് ലേറ്റായിട്ടാണ് കിട്ടിയത് എന്നൊരു മാന്യൻ പറയുന്നത് കേട്ടിരുന്നവനാണ് ഞാനതിന് തിരിച്ച് നല്ലവണ്ണം മറുപടി കൊടുത്തു. ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്ന ഈ സെമിനാറിൽ പങ്കെടുക്കാനുള്ള ക്ഷണം എനിക്ക് വൈകിയാണ് കിട്ടിയത് എന്ന നല്ല മലയാളം ഇരിക്കെ താങ്കൾ എന്തിനാണ് ഈ ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് പറഞ്ഞ് മാന്യനാകാൻ ശ്രമിക്കുന്നത് എന്ന് തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഞാനൊരു പദം പറഞ്ഞു, സെമിനാർ എന്നുള്ള പദം പറഞ്ഞു. അപ്പോൾ അന്യഭാഷാ പദങ്ങളല്ല, ഭാഷയാണ് പ്രശ്നം. ലോകത്തിലുള്ള എല്ലാ ഭാഷകളും വളരുന്നത് അന്യഭാഷാ പദങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ്. അതിനെപ്പറ്റി പിന്നീട് ആവശ്യം പോലെ വിശദീകരിക്കാം.
വിളിച്ചതിന് നന്ദി. അദ്ദേഹത്തിന് വളരെയധികം ഭാഷാ സ്നേഹമുള്ളതാണെന്ന് നമുക്ക് വാക്കുകളിൽ പ്രകടമാണ്. സാർ, ഇപ്പം ഇംഗ്ലീഷ് പലപ്പോഴും സാറ് പറഞ്ഞ പോലെ സമൂഹത്തിലെ അന്തസ്സ് ഉയർത്തിക്കാട്ടുന്നതിനുള്ള ഒരു ഉപകരണമായി ഇംഗ്ലീഷ് ഭാഷ ഉപയോഗം മാറുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും. അതുകൊണ്ട് തന്നെയല്ലേ കുട്ടികളെ പലപ്പോഴും മാതൃഭാഷ പഠിപ്പിക്കാതെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിൽ കുട്ടികളെ അയക്കാൻ നമ്മൾ കൂടുതൽ പ്രവണത കാട്ടുന്നു. അതുപോലെ കുട്ടികൾ മലയാളം പഠിക്കുന്നതിനോട് മാതാപിതാക്കൾ വലിയ താല്പര്യം കാട്ടുന്നുമില്ല. ഇതാണോ ഈ ചിന്താഗതിക്ക് പിന്നിലുള്ള ഒരു പ്രധാന കാരണം? അത് ഇംഗ്ലീഷാണ് കേമം എന്നുള്ളൊരു ധാരണ ഇപ്പോഴും ആളുകളിൽ നിൽപ്പുണ്ട്. ഈ അടുത്ത കാലത്ത് ചില സിനിമകളിലെ കോടതി രംഗങ്ങൾ കണ്ടു. അപ്പോൾ മലയാളത്തിൽ വക്കീൽ തുടങ്ങിയിട്ട് പിന്നെയുള്ളതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ ആ ഇംഗ്ലീഷിൽ പറയുമ്പോഴേ അതിന് ശക്തി കൂടൂ എന്നാണ് സിനിമാക്കാരൻ ധരിച്ചിരിക്കുന്നത്. ഇതേപോലെ ദൃശ്യമാധ്യമങ്ങളിൽ നടക്കുന്ന അഭിമുഖങ്ങളിൽ ഒക്കെ ആദ്യം മലയാളം പറയും, അതേ കാര്യം ഒന്നുകൂടി ഇംഗ്ലീഷിൽ പറയും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ഇട്ട് പറയും. അത് ലോകത്തിൽ ഒരിടത്തുമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫയലെഴുതുന്നതും ഈ മലയാളവും ഇംഗ്ലീഷും കൂട്ടിക്കൊള്ളിച്ചാണ്. ഇങ്ങനെ ലോകത്തിൽ ഒരിടത്തും ആളുകൾ ചെയ്യാറില്ല. ഒരു ഭാഷയെ മാത്രമേ കൈകാര്യം ചെയ്യും. ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നിടത്ത് ഇംഗ്ലീഷ് ഉപയോഗിക്കണം, മലയാളം കൈകാര്യം ചെയ്യുന്നിടത്ത് മലയാളം ഉപയോഗിക്കണം. സർ, എവിടെയെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നതിൽ വൈവിധ്യമില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഒരു തലമുറ പിന്തള്ളപ്പെട്ടു പോയോ, അങ്ങനെ ഒരു ആശങ്ക മനസ്സിലുണ്ടാവുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷകൾക്ക് 10-12 വർഷമായിട്ടുള്ളൂ മലയാളം ഐച്ഛികമായി എടുക്കാമെന്നും അഭിമുഖത്തിന് മലയാളം ഉപയോഗിക്കാമെന്നും എന്നുള്ള വ്യവസ്ഥ വന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് 5-6 പേരൊക്കെയാണ് കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായിക്കൊണ്ട് ഇരുന്നത് എങ്കിൽ ഇത് വന്നതോടുകൂടി അത് ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് 50, 60, 70 എന്നുള്ള തോതിൽ ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ആശയവിനിമയം പൂർണ്ണമായി. അഭിമുഖത്തിലായാലും എഴുത്തിലായാലും ഉള്ളിലുള്ളത് മുഴുവൻ പകരാൻ സാധിച്ചത് അവൻ്റെ സ്വന്തം ഭാഷ ഉപയോഗിച്ചപ്പോഴാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ പരീക്ഷ ജയിച്ചു എന്നറിയാം, എനിക്കറിയാമായിരുന്നു, എഴുതാൻ സാധിച്ചില്ല എന്ന്. കാരണം അന്യഭാഷയിൽ ആശയവിനിമയം നടത്തേണ്ടി വരുമ്പം അതിന് ഉത്തരവാദി ഈ രക്ഷിതാക്കൾ തന്നെയാണ്. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയിൽ അഭിമുഖത്തിൽ മലയാളം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഇപ്പോഴും കുറവാണ്. ഒന്നുമല്ല, മലയാളത്തിൽ ഉപയോഗിക്കുന്നവരുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഇനി സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഏതെങ്കിലും സംസ്ഥാനത്ത് ജോലിയിൽ കയറിയാലുണ്ടല്ലോ, നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഇന്ന സംസ്ഥാനം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഭാഷ പഠിച്ച് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് അവിടെ ഉദ്യോഗം സ്വീകരിക്കുക. എങ്കിൽ അവിടുത്തെ ഭാഷയിൽ മാത്രമേ അവിടെ ഭരണം നടത്താവൂ എന്നാണ് നിയമം. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ഉള്ള നിയമമാണ്. അല്ല, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. പക്ഷേ നമുക്കിപ്പോഴും എന്തോ മലയാളം പോരാ, മലയാളത്തിന് കരുത്തില്ല. മലയാളത്തിൻ്റെ കരുത്തറിയണമെങ്കിൽ ഭാഷയുടെ ചരിത്രം അറിയണം. മലയാളം അതിസമ്പന്നമായ ഭാഷയാണ്. ലോകത്തിലെ ഭാഷകളിൽ 26ാമത്തെ സ്ഥാനമുള്ള ഭാഷയാണ്. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ മലയാളം ഉപയോഗിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഭാഷ മോശമാണെന്നോ, ഈ ഭാരതീയ ഭാഷകളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ അറിയാം എന്തുമാത്രം സമ്പത്താണ് നമ്മുടെ ഭാഷയ്ക്കുള്ളതെന്ന് മറ്റു ഭാഷകളെ അപേക്ഷിച്ച്. അപ്പോൾ ഇതൊന്നും അറിയാതെയാണ് മലയാള ഭാഷ ഏത് വിഷയം കൈകാര്യം ചെയ്യാനാണ് കരുത്തില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. നമുക്കിപ്പോൾ സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും, അതിന് വേണ്ട പരിഭാഷകൾ, തത്തുല്യമായ പുസ്തകങ്ങൾ, അതൊക്കെ മലയാളത്തിൽ ലഭ്യമാകുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ് സാർ? ഇപ്പോൾ നമ്മൾ മെഡിസിൻ, വൈദ്യശാസ്ത്ര പഠനം മാതൃഭാഷയിലാക്കുക, ഇതൊക്കെ നമുക്ക് തോന്നുന്നതാണ്. ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ഇതെല്ലാം നടക്കുന്നില്ലേ? ജപ്പാനിൽ എൻ്റെ സുഹൃത്തിൻ്റെ മകള് ഇവിടുന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ബിരുദാനന്തര ബിരുദം പാസ്സായി അവിടെ ചെന്ന് അവിടുത്തെ ഭാഷ പഠിച്ച് പാസ്സായിട്ടാണ് അവിടുത്തെ ഭാഷയിലാണ് PhD പ്രബന്ധം തയ്യാറാക്കിയത്. നമുക്ക് തോന്നും നമുക്കിതൊന്നും പറ്റുകയില്ല. നമുക്ക് ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ
ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. എൻ്റെ പേര് പ്രദീപാണ്. പ്രദീപ്, എവിടെ നിന്നാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. സാറിനോട് സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം പ്രദീപ്. സാർ, എൻ്റെ മകള് +1 പഠിക്കുകയാണ്. അവള് ഇപ്പൊ പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. പക്ഷെ അവൾക്ക് മലയാളം താല്പര്യമുണ്ട്. മലയാളം ഉപന്യാസം എഴുതാനും കാര്യങ്ങൾക്ക് കണ്ടന്റ് റൈറ്റിംഗ് എല്ലാം നല്ല മാർക്കുണ്ട്. അവൾക്ക് മലയാളത്തിൽ താല്പര്യം കൂടുതലാണ്. പക്ഷെ മലയാളത്തിലെ ജോലി സാധ്യതകളെ സംബന്ധിച്ച് ഭയങ്കര സംശയമുണ്ട്. എങ്ങനെ ഏതൊക്കെ രീതികൾ ഇപ്പൊ അധ്യാപനം മാത്രമേ വരുന്നുള്ളൂ, ടീച്ചിങ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അത് കൂടാതെ നമുക്ക് അതിലോട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ അതല്ലാതെ നമുക്ക് വേറെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് സാറിനെ വിളിച്ചതാണ്. കേരളത്തിൽ എത്ര കോളേജുകളുണ്ട്, എത്ര സ്കൂളുകളുണ്ട്, എത്ര സ്ഥാപനങ്ങളുണ്ട് മലയാളം അറിയാവുന്നവരെ വേണ്ടത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം. ഇപ്പം മലയാളം പഠിച്ച് ഇപ്പോൾ നെറ്റ് JRF പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ 38,000 രൂപയാണ് മാസം സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക. ഇപ്പോൾ 50, 60, 100 ലക്ഷം രൂപ കൊടുത്തേച്ച് ജോലി മേടിച്ചാൽ അത്രയും തുക കിട്ടത്തില്ല. അപ്പോൾ ഈ റിസർച്ച് ചെയ്യുന്നിടത്തോളം കാലം മാസം 38,000 രൂപ. ആ JRF പാസ്സായ ആളുകൾക്ക് കോളേജിൽ കയറാൻ, അധ്യാപകരായിട്ട് ജോലി കിട്ടാൻ യാതൊരു വിഷമവും ഇല്ല നമ്മുടെ ഇവിടെ. അപ്പോൾ ഈ കോളേജിലെ അധ്യാപക വൃത്തി മാത്രമല്ല നമ്മളെ കാത്തിരിക്കുന്നത്. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് മലയാളം വേണ്ടവർ. എല്ലായിടത്തും ഇപ്പോൾ ഒഴിവ് കിടക്കുക. വേണ്ടത്ര യോഗ്യതയുള്ളവർ ഇല്ല എന്നുള്ളതാണ് സത്യം. അതാണ് പ്രദീപ്. അതുകൊണ്ട് മലയാളം പഠിച്ചാൽ, ഞാൻ മലയാളം പഠിച്ച ഒരാളാണ്, എനിക്കതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഭാഷയിലൂടെ ഉണ്ടായ വളർച്ച കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഭാഷ എൻ്റെ ജീവനാണ്. ഇതുകൊണ്ട് നമ്മളെല്ലാവർക്കും ജോലി കിട്ടുമോ എന്ന് നോക്കിയല്ല നമ്മൾ ഭാഷാസ്നേഹം പുലർത്തേണ്ടതും ഭാഷയിൽ ഉപരിപഠനം നടത്തേണ്ടതും ഭാഷയ്ക്ക് വേണ്ടി ജീവിക്കേണ്ടതും. മോക്ക് മലയാളം ഇഷ്ടമാണ് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മലയാളം പഠിക്കാൻ പറയുക. മലയാളം പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരികയില്ല. വിളിച്ചതിന് നന്ദി സർ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിനു മുമ്പ് മറ്റൊരു ഇടവേളയാണ്. സാമൂഹ്യ പാഠത്തിൽ ഇനി മറ്റൊരു ഇടവേള. സമകാലികം ദൂരദർശൻ അവതരിപ്പിക്കുന്ന തത്സമയ വാർത്താധിഷ്ഠിത പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7:30. പുനഃസംപ്രേഷണം രാത്രി 12-നും അടുത്ത ദിവസം രാവിലെ 9-നും. തത്സമയം യൂട്യൂബിലും കാണാം. സമകാലികം. സാമൂഹ്യ പാഠത്തിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ച്, മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ലോക മാതൃഭാഷാ ദിനമായ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, നമ്മൾ മലയാളം മാതൃഭാഷ ബോധന മാധ്യമമാക്കണം, അതുപോലെ മാതൃഭാഷ കോടതി ഭാഷയാക്കണം, മാതൃഭാഷ ഭരണ ഭാഷയാക്കണം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച്, ഈ ബന്ധത്തെക്കുറിച്ച്, മാതൃഭാഷ ഇങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം മാതൃഭാഷ ഉപയോഗിച്ചാൽ അത് എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും അതിനെക്കുറിച്ച്. കാരണം കുടുംബത്തിൽ നിന്നാണ് ഈ വിദ്യാഭ്യാസം തുടങ്ങേണ്ടത്. അവിടെ മാതൃഭാഷാ പഠനം തുടങ്ങിയാൽ അമ്മയോടും അച്ഛനോടും കുടുംബത്തിലുള്ളവരോടും സ്നേഹമുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. കാരണം ഭാഷ പഠിക്കുന്നത് സംസ്കാരം പഠിക്കാനാണ്. നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഒരു രാജ്യത്തിലെ സംസ്കാരമല്ല. നമ്മുടെ സംസ്കാരം പഠിക്കാൻ നമ്മുടെ ഭാഷ തന്നെ പഠിക്കണം. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ, പദങ്ങൾ പഠിക്കുമ്പോഴാണ്, ആ പദങ്ങളുടെ സംസ്കാരം മനസ്സിലാകുമ്പോഴാണ് എന്താണ് നമ്മുടെ കുടുംബം എന്നുള്ളതിനെപ്പറ്റി നമുക്ക് മനസ്സിലാകുക. അതുപോലെ സമൂഹത്തിൽ ആളുകളുമായി ബന്ധപ്പെടുക. ആ ബന്ധപ്പെടേണ്ടതിന് മര്യാദകൾ, മാന്യതകൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ മാതൃഭാഷ പഠിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സ്കൂളിൽ ഔപചാരികമായ ഈ വിദ്യാഭ്യാസത്തിന് പുറമെ മുമ്പൊക്കെ നമ്മൾക്ക് മറ്റ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമായിരുന്നു.
ജീവിതം തന്നെ പഠിക്കുന്നത് സ്കൂളിൽ നിന്നായിരുന്നു, ആ അധ്യാപകരിൽ നിന്നായിരുന്നു. അപ്പോൾ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ എന്നുള്ളത് പഠിക്കാതെ മറ്റേ ഒരു ടീച്ചർ, ലെക്ചറർ എന്നുള്ള നിലയിലല്ല നമ്മൾ അധ്യാപകരെ കണ്ടിരുന്നത്, ഗുരു എന്നുള്ള നിലയിലാണ്. അപ്പോൾ ആ ഗുരു എന്നുള്ള പദത്തിന് സമാനമായി ലോകത്തിലെ ഒരു ഭാഷയിലും ഒരു പദം ഇല്ല. അത് വിദ്യാഭ്യാസത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഭാഷയിൽ പഠിച്ചാൽ വേഗം നമ്മുടെ മനസ്സിലേക്ക് തറച്ച് കയറും. അത് നമുക്ക് തിരിച്ച് അതുപോലെ പകർന്നു കൊടുക്കാൻ സാധിക്കും. ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ബോട്ടണി എന്നോ സുവോളജി എന്നോ പറഞ്ഞത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. സമാന പദങ്ങൾ ഉണ്ടാകുന്നത് വരെ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതിനെല്ലാം പദങ്ങൾ ഉണ്ടാക്കിയില്ലേ, അവർ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും നാണക്കേടുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമുക്ക് പദങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് വരെ, ഇപ്പോൾ രസതന്ത്രവും ഊർജതന്ത്രവും ഒക്കെ നമുക്ക് പദങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതേ പദങ്ങൾ ഉപയോഗിക്കുക. ഇപ്പം നമ്മൾ അങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പദ സ്വീകാര നയം സമാന പദങ്ങളില്ലാത്ത ഘട്ടത്തിൽ അന്യഭാഷാ പദങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ ഭാഷയെ വളർത്തുകയാണ്. അതെല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം വിദ്യാഭ്യാസത്തിലെ ബോധന മാധ്യമം നമ്മുടെ മാതൃഭാഷയാവുക. ഇനി ഭരണ രംഗത്ത് ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ, ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ എല്ലാ രംഗത്തും ഈ നമ്മുടെ മാതൃഭാഷ തന്നെ ഉപയോഗിക്കണം. എല്ലാ വകുപ്പുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും സർവ്വ വിവരങ്ങളും ഭരണത്തിനാധാരമായ രേഖകളും എല്ലാം മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുകയും പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും വെബ്സൈറ്റിൽ ചേർക്കുകയും വേണം. ഇനിയും എങ്കിലേ ഈ ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ, ഭരണഭാഷാ മാറ്റം ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ. കോടതി ഭാഷയാണെങ്കിൽ 1973 സിവിലും ക്രിമിനലുമായ കീഴ്ക്കോടതികളിൽ മലയാളം ഉപയോഗിക്കാമെന്നുള്ള വ്യവസ്ഥ കേരളത്തിലുണ്ടായത്. ഇന്നുവരെ അത് പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാകാതെ വന്നപ്പോഴാണ് 1985 ജസ്റ്റിസ് കെ നരേന്ദ്രനെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചു. 87 ജസ്റ്റിസ് കെ നരേന്ദ്രൻ കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. 2 വർഷം കൊണ്ട് കോടതി ഭാഷ മലയാളമാക്കുവാൻ ഉള്ള പ്രായോഗിക പദ്ധതി അടങ്ങിയ ഒരു റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തു. 7 കാര്യങ്ങൾ ചെയ്താൽ മതി നമുക്ക് കോടതി ഭാഷ മലയാളമാക്കാം. ഇംഗ്ലീഷ് ആകുന്ന ഇരുമ്പ് മറ മാറിയാൽ മാത്രമേ നമുക്ക് ജനാധിപത്യം സാർത്ഥകമാവുകയുള്ളൂ, ജനങ്ങൾക്ക് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. പൂർണ്ണമായ അർത്ഥത്തിൽ നീതി എല്ലാവർക്കും തീർച്ചയായിട്ടും. വയനാട്ടിലുള്ള മാധു എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയുടെ സ്ഥലം അഡ്വക്കേറ്റുമാർ 2 വക്കീലന്മാർ തട്ടിയെടുത്തത് ഇംഗ്ലീഷിൻ്റെ മറയിലൂടെയാണ്. അത് പിന്നെ അവസാനം ഹൈക്കോടതിയിൽ കേസൊക്കെ വന്നു. അവസാനം മാധുവിന് തിരിച്ചു കിട്ടി. അത് വേറെ. പക്ഷേ കോടതിയിൽ വാദിയും പ്രതിയും നിൽക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം തങ്ങൾ ചെയ്തതാണോ ചെയ്യാത്തതാണോ പറയുന്നത്. വിധി പ്രസ്താവിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകണം അവിടെ നടക്കുന്ന സകല കോടതി വ്യവഹാര ഭാഷയാകട്ടെ, കോടതിയിലെ ഭരണഭാഷയാകട്ടെ, വിധി പ്രസ്താവത്തിൻ്റെ ഭാഷയാകട്ടെ, എല്ലാം ജനങ്ങളുടെ ഭാഷയാകണം. അല്ലാതെ ഇവിടെ ബീഹാറിയുണ്ട്, ബംഗാളിയുണ്ട്, തമിഴരുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിൽ ഭരണം നടക്കുന്നത്, കേരളീയരായ മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റൊരു കോളർ ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഇത് ആലപ്പുഴയിൽ നിന്ന് വസന്തരാജ്. പേരെന്താണ് സർ? ആലപ്പുഴയിൽ നിന്ന് വസന്തരാജ്. സാറിനോട് അതെ സാറിനോട് സംസാരിച്ചോളൂ. പേര് വസന്തരാജ് കേട്ടോ. കേൾക്കുന്നുണ്ട് സാർ, സംസാരിച്ചോളൂ. സാറേ, എല്ലാ രംഗത്തും ഇവിടെ ലോക മാതൃഭാഷാ ദിനം നമ്മുടെ മലയാളികൾ മാതൃഭാഷാ ദിനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ മലയാളം എല്ലാ രംഗത്തും സർക്കാർ തലത്തിൽ എല്ലാ രംഗത്തും മലയാളം കാണുന്നത്. ഒന്ന്. രണ്ടാമത് ഇപ്പൊ ഡിജിറ്റൽ യുഗമാണല്ലോ. ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ തമിഴ്നാട്ടിലെ ഡിജിറ്റൽ ഡാറ്റ ഇതിനെല്ലാം അവരുടെ ഭാഷയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ സ്വന്തം ഭാഷയിൽ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? നമുക്കിവിടെ സ്വന്തം ഭാഷയിൽ ഡിജിറ്റൽ യുഗത്തില് നമ്മൾ സ്വന്തം ഭാഷ
ഡിജിറ്റൽ വാക്കുകളില്ലേ അതെല്ലാം മലയാളത്തിലാക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് കഴിയാതെ പോകുന്നത്? അല്ല, കമ്പ്യൂട്ടറിന് മലയാളം മനസ്സിലാകുകയില്ല എന്ന് നമ്മൾ ധരിക്കണ്ട. അതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കേണ്ടതുണ്ട്. കാരണം തമിഴ്നാട്ടിൽ തമിഴ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ദ്രവീഡിയൻ യൂണിവേഴ്സിറ്റിയിലും തമിഴിൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരം നടക്കുന്നു. അതിന് കാരണം അവർക്ക് ഇപ്പോൾ മാത്രമല്ല, മുമ്പ് കാലം മുതൽ തന്നെ തമിഴർക്ക് തമിഴിനോടുള്ള ഒരാവേശം. മറ്റുള്ളവർ ഭാഷാഭ്രാന്തർ എന്നൊക്കെ അവരെ വിളിക്കും. പക്ഷേ ഞാൻ അവരെ ഭാഷാഭിമാനികൾ എന്നേ പറയുള്ളൂ. സ്വന്തം ഭാഷയോട് ഇത്രയധികം അഭിമാനമുള്ള ആ ജനത രാഷ്ട്രീയമായ യാതൊരു ഭേദചിന്തയും ഇല്ലാതെ അവരെല്ലാവരും മാതൃഭാഷയ്ക്ക് വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. അപ്പോൾ പുതിയൊരു പദം വന്നാൽ ഉടനെ അവർ ആ ഭാഷയിൽ തമിഴിൽ ഒരു പദം കണ്ടെത്തും. 1998 തമിഴിലെ ഭരണഭാഷയെക്കുറിച്ച് പഠിക്കാൻ ഞാൻ അവിടെ പോയപ്പോൾ അത്ഭുതകരമായി അന്നേ തന്നെ അവർ ഭരണരംഗത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മളിപ്പോഴും അത്ര എത്തിയിട്ടില്ല എന്നാണ് സത്യത്തിൽ എനിക്ക് പറയേണ്ടി വരുന്നത്. കാരണം മലയാളത്തോളം മാത്രമേ മലയാളികൾ വളരുകയുള്ളൂ. ഭാഷ വളരുന്നിടത്തോളം മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. ഇപ്പം ഈ ഡിജിറ്റലായാലും ഏത് രംഗമായാലും നമ്മളുടെ പൂർവിക സമ്പത്ത് മുഴുവൻ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. എല്ലാം ഇപ്പം മറഞ്ഞു കിടക്കുകയാണ്. ഭരണരംഗത്തെ ആയാലും റവന്യൂ ഏത് രംഗത്തെ ആയാലും അത് മുഴുവൻ മലയാളത്തിലാക്കി മലയാളികൾക്ക് സമർപ്പിക്കണം. മറ്റ് വികസിത രാജ്യങ്ങളിലൊക്കെ ഗവേഷണ പ്രബന്ധങ്ങൾ അവരുടെ ഭാഷയിൽ ഉണ്ടാകുന്നു. അവരെ വെബ്സൈറ്റിൽ അത് കൊടുത്ത് ജനങ്ങളുടെ അഭിപ്രായം, കൃഷി സംബന്ധിച്ച ഗവേഷണ പ്രബന്ധമാണെങ്കിൽ കൃഷിക്കാരുടെ അഭിപ്രായം വരെ അറിഞ്ഞിട്ടാണ് PhD ബിരുദം നൽകുന്നത്. അങ്ങനെ അന്നന്ന് നടക്കുന്ന ഗവേഷണങ്ങളെ സംബന്ധിച്ച് വിജ്ഞാന വിസ്ഫോടനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തലത്തിലേക്ക് കേരളം വളരണമെങ്കിൽ ജനങ്ങളും വിചാരിക്കണം, നമ്മളുടെ ജനപ്രതിനിധികൾ അടങ്ങുന്ന സർക്കാരും വിചാരിക്കണം. അപ്പോൾ ഇതൊരുപാട് സാമ്പത്തികം ഉൾപ്പെടുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. ഏറ്റവും പ്രാഥമികമായ പരിഗണന നൽകേണ്ട വിഷയമാണ് ഭാഷയും സംസ്കാരവും. അതിൽ ഇപ്പോഴത്തെ സ്ഥിതി വച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകില്ല എന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളുകൾ ഏറെപ്പേരുണ്ട്. ഇനിയും നമുക്കത് മാറേണ്ടിയിരിക്കുന്നു. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഭാഷയോട് ആഭിമുഖ്യമുള്ളവർ കുറേയുണ്ട്, ഏറെപ്പേരുമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലെ പോലെ. അതുപോലെയുള്ള മാറ്റം ഇവിടെയും ഉണ്ടാകണം എന്നാണ് ഞങ്ങളെപ്പോലെയുള്ള ഭാഷാ പ്രവർത്തകർ ആഗ്രഹിക്കുന്നത്. വിളിച്ചതിന് നന്ദി സർ. നമ്മൾ ഏകദേശം സംഭാഷണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് മാധ്യമങ്ങളിലും ഭാഷ മാറുന്നു. ഇന്ന് തന്നെ ഇപ്പോൾ മലയാളം നിഘണ്ടു ഒരു ആപ്പ് പുറത്തിറങ്ങുന്നതായി വാർത്ത വായിക്കുകയുണ്ടായി. അതുപോലെ ഈ സാങ്കേതിക വിദ്യ വളരുന്ന ഒരു കാലഘട്ടത്തിൽ ChatGPT നിർമ്മിത ബുദ്ധിയുടെയൊക്കെ കാലഘട്ടത്തിൽ ഭാഷയെ അതെങ്ങനെ ബാധിച്ചിട്ടുണ്ട്? സാമൂഹിക മാധ്യമങ്ങൾ ഭാഷയെ വളർത്തി എന്ന് പറയുന്ന ഒരഭിപ്രായമുണ്ട്, ഭാഷയെ തളർത്തി എന്ന് പറയുന്നവരുമുണ്ട്. ഞാനൊരു മധ്യവർത്തിയാണ്. ഒരുപാട് പേര് എഴുത്തുകാർ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ, അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഒരുപാട് എഴുത്തുകാരുടെ രചനകൾ പ്രസിദ്ധീകരിച്ചു. എഴുത്തുകാരല്ലാത്തവരെല്ലാവരും എഴുതി തുടങ്ങുന്ന ഒരു കാലം വന്നു. ശരിയാണ്. പക്ഷേ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഭാഷയെ തളർത്തുന്നത് ഭാഷാശുദ്ധി ഇല്ലാതാക്കുന്നു. എങ്ങനെയും ഭാഷ ഉപയോഗിക്കാം എന്നുള്ളത് വരുന്നു. ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള അതിലെ മലയാള ഭാഷ വായിച്ചു നോക്കി അനുഭവിച്ചറിയുന്ന ഒരാളെന്നുള്ളതിനെ ഞാൻ പറയട്ടെ, ആ ഭാഷ ഇല്ലാതായി വന്ന് നമുക്ക് ഒരു സന്ദേശം അയച്ചാൽ, ഒരു സന്തോഷമുള്ള വർത്തമാനം അറിയിച്ചാലും, സങ്കടകരമായ ഒരു വാർത്ത അറിയിച്ചാലും
ഒന്നുകിൽ കൈ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും, അങ്ങനെയായി മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ജീവനില്ലാത്ത ഇമോജികളായി മനുഷ്യൻ മാറുമോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. അപ്പോൾ നമുക്ക് ഭാഷ ഭാഷ ഉപയോഗിച്ചാലല്ലേ വളരുകയുള്ളൂ. അത് 2 അക്ഷരം ഉപയോഗിക്കാം, കണ്ടു, കൊള്ളാം, നന്ദി, ആശംസ എന്നിങ്ങനെ എത്രയോ പദങ്ങളുണ്ട്, നല്ല പദങ്ങളുണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന. ആ പദങ്ങൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഭാഷ വളരുകയാണോ അതോ ക്ഷയിക്കുകയാണോ? അപ്പോൾ ക്ഷയിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടാവും, മാതാപിതാക്കൾ, അധ്യാപകർ, അതുപോലെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്നവർ, പ്രത്യേകിച്ചും സാർ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ, ഒരു ആഗോളവൽക്കരണം നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവരോട് എല്ലാവരോടും ചേർത്ത് സാറിന് ഇന്നീ ലോക മാതൃഭാഷാ ദിനത്തിൽ മലയാളത്തെ ഹൃദയവുമായി ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഗാന്ധിജിയിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ മഹാകവി ഉള്ളൂരിൻ്റെ 2 വരികൾ പറയാം. അടിയനിനിയുമുണ്ടാം ജന്മമെന്നാൽ അതെല്ലാം, അടിമുതൽ മുടിയോളം നിന്നിലാകട്ടെ തായേ, അടിമലരിണവേണം താങ്ങുവാൻ മറ്റൊരേടത്തടിയുവത് ഞെരുക്കം മുക്തി സിദ്ധിക്കുവോളം. എത്ര ജന്മങ്ങളുണ്ടെങ്കിലും അമ്മയുടെ മടിയിൽ തന്നെ ആകണേ എൻ്റെ ആ ജന്മങ്ങളെല്ലാം എന്ന് ഉള്ളൂർ പ്രാർത്ഥിച്ചു. ഗാന്ധിജി നാം തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ഗാന്ധിജി പറഞ്ഞ് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എൻ്റെ അമ്മയുടെ മാറിലേക്ക് എന്നതുപോലെ ഞാൻ എൻ്റെ മാതൃഭാഷയുടെ മാറിലേക്ക് ചായുന്നുവെന്ന്. ഭാഷ നമ്മുടെ ആത്മബോധം ഉണരുന്ന വസ്തുവാണ്. മാതൃഭാഷയിലൂടെയാണ് നമ്മുടെ വളർച്ച. എത്രമാത്രം നമ്മുടെ വേരുകൾ മാതൃഭാഷയിൽ ആഴ്ത്തുന്നുവോ അത്രമാത്രം നമുക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കും. നമുക്ക് വളർച്ചയുണ്ടാകും, പുരോഗതി ഉണ്ടാകും. അത് നമ്മുടെ പുരോഗതി രാജ്യത്തിൻ്റെ പുരോഗതിയും ആകും. ലോകത്തിലുള്ള ഏത് ഭാഷയെയും സ്നേഹിച്ചോളൂ, പക്ഷേ ഒരു സുന്ദരിക്കും അമ്മയുടെ സൗന്ദര്യം ഉണ്ടാവില്ല. ആ അമ്മയുടെ സൗന്ദര്യം സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ആ മാതൃ സൗന്ദര്യം പോലെ മറ്റൊരു സുന്ദരിക്കും സൗന്ദര്യം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവാണ് മാതൃഭാഷയോടുള്ള സ്നേഹത്തിൽ നമുക്കുണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സംഭാഷണത്തിൻ്റെ ഭാഗമായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും, മലയാളം എന്ന് പറയുമ്പോൾ, മാതൃഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാവണം. ആ മാതൃഭാഷ നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്, നമുക്ക് എത്രമാത്രം കരുത്ത് നൽകുന്നതാണ്, നമ്മെ എത്രമാത്രം വളർത്തുന്നതാണ്, നമ്മുടെ സംസ്കാരവും ജീവിതവുമായി എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്നുള്ള ബോധ്യമുണ്ടാവണം. ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടത്തെ ഇംഗ്ലീഷിനെ എത്രമാത്രം ഉൾക്കൊള്ളുമ്പോഴും ജീവിത സാധ്യതകൾക്ക് വേണ്ടി മറ്റു ഭാഷകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മുടെ മാതൃഭാഷയെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും മറ്റ് വിവിധ രംഗങ്ങളിലും ഉണ്ടാകണം. ആ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഇന്നത്തെ സംഭാഷണത്തിലൂടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാകുന്നു. സാമൂഹ്യ പാഠത്തിൽ അതിഥിയായെത്തിയതിന് നന്ദി. നമസ്കാരം. നമസ്കാരം. സന്തോഷം.